സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഹരിപ്പാട് എം.എൽ.എയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇത്. മനോഹരമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രം. വന്ദേ ഭാരത് യാത്രക്കിടെയുള്ള ചിത്രമാണ്. നിങ്ങൾക്കിതിൽ രമേശ് ചെന്നിത്തലയെ കാണാം, റഹീം CPM നേതാവിനെ കാണാം, നിയമസഭാ സ്പീക്കറും CPM പക്ഷത്തു നിന്നുള്ള ഷംസീറിനെ കാണാം, സുരേഷ് ഗോപിയെ കാണാം, ജോസ് കെ മാണിയെ കാണാം. രാഷ്ട്രീയ നേതാക്കൾ അവരൊക്കെയാണ്. ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയ മറ്റ് താരങ്ങളെയും സിനിമാ രംഗത്ത് നിന്നുള്ളവരെയും കാണാം. മനോഹരമായ, മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്ന ഒരു ചിത്രം. രമേശ് ചെന്നിത്തലയാണ് ഇത് പങ്കുവച്ചതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് താഴെ ഒരുപാട് പേർ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുമായി രംഗത്തെത്തുന്നുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഓരോ രാഷ്ട്രീയ നേതാക്കളെയും ഉപദേശിക്കുന്ന അണികൾ ഉണ്ട്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നേതാക്കൾ പരസ്പരം ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ലുലു ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടന വേളയിൽ ഉള്ളിൽ ഇരുന്ന നേതാക്കൾ തമ്മിൽ BJP നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ഒക്കെ വളരെ സ്നേഹത്തോടെ അവർ കെയറിങ്ങോടെ അവർ സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് അന്ന് കേരളം കുറേ ചർച്ച ചെയ്തതാണ്. ഏതാണ്ട് സമാനമായ കൗതുകം തോന്നുന്ന, ഏതാണ്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ പക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പക്ഷത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും NDA പക്ഷത്തു നിന്നൊക്കെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ ആണല്ലോ ഇത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ ചിത്രത്തിന് ഒരു കുഴപ്പം എന്നുള്ളതാണ് സത്യത്തിൽ തോന്നുന്നത്. മനോഹരമായി മനുഷ്യർക്കിടയിൽ അവരുടെ സൗഹൃദങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് ആ കാണുന്നത്. യഥാർത്ഥത്തിൽ കുഴപ്പം ഇത് കാണുന്നവർക്കോ അല്ലെങ്കിൽ ഈ ചിത്രത്തെ തെറ്റായി വായിക്കുന്നവർക്കോ അല്ലേ എന്നുള്ളതാണ്. ഇവരിൽ നിന്ന് ഇങ്ങനെ അല്ലാതെ ഒന്ന് എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്? മനുഷ്യർ തമ്മിൽ നല്ല സൗഹൃദമുണ്ടാകട്ടെ. രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയമായി എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി എതിർക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് അവർക്കിടയിൽ അകലം ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് എല്ലാ നേതാക്കൾക്കിടയിലും വളരെ ആഴത്തിലുള്ള സൗഹൃദമാണുള്ളത്. ഒരുപക്ഷെ ഒരു പരിധിവരെ നേതാക്കൾ, അതാത് പാർട്ടിയിലെ നേതാക്കൾ തമ്മിലാണ് ശത്രുതകളുള്ളത്. കാരണം പാർട്ടി പ്രസിഡന്റ് പദവി പിടിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി പിടിക്കാനൊക്കെ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തമ്മിലടിയാണ്, അല്ലെങ്കിൽ BJPയിൽ പല പക്ഷങ്ങൾ തമ്മിലടിയാണ്, CPMൽ വിഭാഗീയത നീക്കങ്ങളും കാര്യങ്ങളുമൊക്കെ. അതായത് അതാത് പാർട്ടിയിലുള്ളവരാണ് യഥാർത്ഥത്തിൽ അതാത് പാർട്ടിക്കാർക്ക് കൂടുതൽ ശത്രുക്കളായി മാറാറുള്ളത്. അപ്പുറത്തുള്ളവർ വലിയ ആത്മബന്ധമുള്ളവരായി മാറുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ താഴെ തട്ടിലേക്ക് എത്തുമ്പോൾ സാധാരണ പ്രവർത്തകർ ഇവരൊക്കെ ഉയർത്തിവിടുന്ന വികാരങ്ങളുടെ പേരിൽ കൊലയും ചെയ്യുന്ന നിലയിലേക്ക് ഒരുപാട് പോയിട്ടുള്ളൊരു നാടാണ് കേരളം. യഥാർത്ഥത്തിൽ താഴെയുള്ള പ്രവർത്തകർ, ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മെമ്പർമാരായാൽ പോലും ഏറ്റവും അധികം ബന്ധമുണ്ടാകുക നിങ്ങൾ നോക്കിയാൽ മതി എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടായിരിക്കും. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ഗൂഢാലോചന നടത്തിയോ അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടോ ആയിരിക്കും ഒപ്പമുള്ളവൻ വീണാലല്ലേ മുന്നിൽ കയറി നിൽക്കാൻ കഴിയുള്ളൂ, അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്താറുള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സാധാരണ പ്രവർത്തകർ, അതായത് പാർലമെൻ്ററി പൊളിറ്റിക്സിൽ കടന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാവർക്കും ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത്തരം ബന്ധങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ നെഗറ്റീവായി കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല. മനുഷ്യർ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാകട്ടെ, പക്ഷെ അത് താഴെ തട്ടിൽ കൂടി ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ നേതാക്കളുടെ ശത്രുത, പുറമേയുള്ള ശത്രുത കണ്ടുകൊണ്ട് നിങ്ങൾ അടിക്കാനും വെട്ടാനും കുത്താനും പോകാതിരിക്കുക. അതിന് ഉതകുന്ന സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ് ഇത് എന്ന് തീർത്തും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഇവരിങ്ങനെ ചിരിക്കുന്നത് മാത്രമല്ല, ഇവർക്കിടയിലെ ആഴത്തിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും പല നേതാക്കളും തുറന്നു പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ആരോഗ്യ സ്ഥിതി ഗുരുതരാവസ്ഥയിലായി കിടന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കാനെത്തിയത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് എന്ന് ചാണ്ടി ഉമ്മൻ പറയാറുണ്ട്. സ്വാഭാവികമാണ്, അദ്ദേഹത്തിൻ്റെ കരുതൽ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി നിർവഹിക്കുന്നതായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ വലിയ ബന്ധങ്ങളുണ്ട്
എന്നുള്ളത്. ഇപ്പോൾ കരുണാകരൻ നയനാർ തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഓരോ തരത്തിലും നേതാക്കൾക്കിടയിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളത് എത്രയോ തവണ കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇങ്ങനെ ഓരോ എന്താ പറയുക, താഴെ തട്ടിൽ ബഹളമുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാത്തരം മനുഷ്യർക്കിടയിലും നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. യഥാർത്ഥത്തിൽ വെറുപ്പും വിദ്വേഷവും രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആയുധമാണ്. പക്ഷെ അത് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നില്ല, താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ വിദ്വേഷ പ്രചാരണത്തിലൂടെ ഹേറ്റ് ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷമോ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷമോ ഒക്കെ നടത്തുന്നത് അതുതന്നെയാണ്. പക്ഷേ ആ ഹേറ്റ് ക്യാമ്പയിനിൽ നിങ്ങൾ വീണു പോകാതിരിക്കുക. അത് അധികാരം പിടിക്കാനുള്ള ഒരു ക്യാമ്പയിൻ മാത്രമാണ് എന്ന റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയമായി ബുദ്ധിയോടെ ആദർശങ്ങളെയും, ആദർശ രാഷ്ട്രീയം ഇന്നുണ്ട് എന്ന് പോലും കരുതാൻ വയ്യ, പക്ഷെ രാഷ്ട്രീയമായ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണക്കാരായ പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ KSU-SFI വലിയ സംഘർഷം നടക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാനാകുന്നു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് റിയാലിറ്റി. ഇത്തരം സൗഹൃദങ്ങളാണ് ഉണ്ടാകുന്നത്. നാളെ ഇതേ അടികൊള്ളുന്ന KSUക്കാരനും SFIക്കാരനും നാളെയും ഇതേ സൗഹൃദത്തിൽ തന്നെയാണ് ഫലത്തിൽ ജീവിക്കുക, മുന്നോട്ട് വരിക. അവരൊക്കെ രാഷ്ട്രീയ നേതാക്കളായി വളരുകയും ചെയ്യുക. അതാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഫലത്തിൽ അത് തിരിച്ചറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിത്രം, അതായത് ഈ നേതാക്കളുടെ സൗഹൃദ ചിത്രം 1000 വട്ടം കണ്ട് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ ജീവിതം കളഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് അടിയും വഴക്കും വെട്ടും കുത്തും ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആ നേതാവിന് ഏറ്റവും കൂടുതൽ ബന്ധം ഒരുപക്ഷെ നിങ്ങളോടാവില്ല, തൊട്ടപ്പുറത്തുള്ള നേതാക്കളോടായിരിക്കും. കാരണം വ്യക്തിപരമായ സൗഹൃദങ്ങളാണല്ലോ നേതാക്കൾക്കിടയിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പലപ്പോഴും വളർന്നു വരിക. ഇപ്പോൾ എത്രയോ കേന്ദ്ര നേതാക്കളെക്കുറിച്ച്, ദേശീയ തലത്തിലുള്ള നേതാക്കളെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തുള്ള പല നേതാക്കളും പറയാറുണ്ട്. BJP നേതാക്കളെക്കുറിച്ച് പോലും കോൺഗ്രസ്സുകാരൊക്കെ പറയാറുണ്ട്, CPMകാർ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ റിയാലിറ്റിയാണ്. മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്, രാഷ്ട്രീയത്തിനതീതമായി ബന്ധങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊള്ളാൻ ഇത്തരം ചിത്രങ്ങൾ ഉപകരിക്കും എന്ന് മാത്രമാണ് തോന്നുന്നത്. അതുപോലെ ഇതേപോലെ ചിരിയും സൗഹൃദവുമൊക്കെ, അതായത് പാർലമെൻറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത പുറത്ത് നിൽക്കുന്നുള്ള പ്രവർത്തകരോടാണ് പറയുക, അവർക്കിടയിൽ ഉണ്ടാകണം, ഉണ്ടായി വളർന്നു വരണം. രാഷ്ട്രീയമായി ഇപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാർ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ അതിനെ നേരിട്ട് എതിർക്കുക, ചുമ്മാ വെറുതെ എതിർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയം ഉയർന്നു വരട്ടെ. ഇത്തരം സൗഹൃദങ്ങളിലൂടെ അത് കൂടുതൽ നിലനിൽക്കട്ടെ. നല്ല ബന്ധങ്ങൾ രൂപപ്പെടുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് എന്ന് മാത്രം പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നന്ദി.